അതെ. കരിക്കോട്ടഗിരിയിൽ ഇടയ്ക്ക് മലയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഈ പ്രദേശത്തേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ഉം. നമ്മളിവിടെ അറൗണ്ട് 18 വർഷത്തോളമായി ഇവിടെ താമസം നടത്തുന്നത്. ഇതുവരെയായിട്ട് ഇങ്ങനെ ഒരു ആനശല്യം ഇവിടെ ഉണ്ടായിട്ടില്ല. ഉം. ഇത് നേരെ അവിടെ ആ റോട്ടിൽ കൂടെ വന്നിട്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ കയറുക ചെയ്തത്. ഉം. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വന്ന് അവിടെ നിന്ന് ഫോറസ്റ്റുകാർ കുറച്ച് നേരം ഇതിനെ കുളിപ്പിച്ചു. ഉം. കുളിപ്പിച്ചതിന് ശേഷം അത് ഒരു അരമണിക്കൂറോളം അതിനെ അവിടെ നിർത്തി കുളിപ്പിച്ചു. ഉം. ആ ഒരു പൈപ്പ് നീട്ടി നന്നായിട്ട് വൃത്തിയാക്കി കുളിപ്പിച്ചതിന് ശേഷം അത് മുറ്റത്തേക്ക് തന്നെ കയറുക ചെയ്തത്. ഇങ്ങോട്ടേങ്ങനെ മുറ്റത്തിനുള്ളിലേക്ക് കയറി വന്നിട്ട് പിന്നെ തിരിച്ച് ഇറങ്ങി അപ്പുറത്തെ പറമ്പിലേക്ക് ഉം. കാവുങ്ക കാവുങ്കക്കാരുടെ പറമ്പിലേക്ക് പോവുക ചെയ്തത്. ഉം. അപ്പൊ നിങ്ങളൊരു ആദ്യത്തെ അനുഭവം കൊണ്ട് തന്നെ പേടി ശരിക്കും പേടിച്ചു. കാരണം കൊച്ചിനെ സ്കൂളിൽ വിടാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഈ സാധനം കയറി വരുന്നത്. ആ. അപ്പൊ അതുകൊണ്ട് കൊച്ചിനെ സ്കൂളിൽ കൊച്ചിനെ സ്കൂളിൽ വിട്ടില്ല. ചെറിയ കുട്ടിയാണ്, മുറ്റത്തോടെ ഇപ്പോൾ ഓടി നടക്കുന്ന കുട്ടിയാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം ഇതിനെ ഇവിടുന്ന് ഒഴിവാക്കിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നാട്ടുകാർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം. എത്രയും പെട്ടെന്ന് ഇതിനെ ഒഴിവാക്കും. കാരണം ഇനി ഇതിനെന്തോ മുറിവൊക്കെ പറ്റിയിട്ടുണ്ട്, വായുടെ താഴെ മുറിവൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പം ഇനി അതിനെ ഒഴിവാക്കി തന്നെ മിക്കവാറും തിരിച്ചിറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പൂർണ്ണമായിട്ട് ഇവിടുന്ന് പൂർണ്ണമായിട്ട് ആറളത്തേക്കെന്ന് പറയുന്നില്ല, അതിന്റെ സ്വൈര്യവികാരത്തിന് പറ്റിയ സ്ഥലത്തേക്ക് അതിനെ വിട്ടോളുക. ഈ ആറളത്തുനിന്നാണ് ഇങ്ങോട്ടേക്ക് ആറളത്ത് കഴിഞ്ഞ ദിവസം കണ്ട് അവിടെ തീയിട്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ. അവിടുന്നാണ് ആനയെല്ലാം ഇളകി ഈ ഭാഗത്തേക്ക് വരുന്നത്. അപ്പൊ അവിടെ ആന തുരത്തുന്ന ഒരു നടപടി ഇങ്ങനെ പുരോഗമിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് മിക്കവാറും ഇവിടെ ആന വന്നതെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം പേടിയോടെ തന്നെയാണ്. ഇപ്പൊ ശരിക്കും പേടിയുണ്ട്. കാരണം ഈ നാട്ടുകാർ മുഴുവൻ പേടിച്ചിട്ടാണ് ഉള്ളത്.